കോഴിക്കോട് സ്വദേശിയാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8. നമ്മളെ ഈ കുട്ടിക്ക് ചില പ്രത്യേകതകളുണ്ട്, പരിചയപ്പെടണ്ടേ? ഓക്കെ, മോന്റെ പേരൊന്ന് പറയോ? അരുൺ. അരുൺ എവിടെ താമസം? ഞാൻ കോയമ്പത്തൂർ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 8. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛന്, അമ്മ, അനിയത്തി, പിന്നെ അമ്മൂമ്മ. അമ്മൂമ്മ. വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാരാ? അത് അമ്മൂമ്മ. അമ്മൂമ്മാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നില്ലേ? ഈ മോനെ പറ്റി ഇവിടെ നാട്ടിലൊക്കെ പാട്ടാണ്. ഞാൻ അറിഞ്ഞ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നോമ്പെടുത്തു. നോമ്പെടുത്തോ? എത്ര നോമ്പെടുത്ത്? 3. എന്താ നോമ്പെടുക്കാനുള്ള കാരണം? എല്ലാരും നോമ്പെടുക്കണ ഒരു പൂതി വന്ന് അപ്പൊ അങ്ങോട്ട് എടുത്ത്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഫസ്റ്റ് നോമ്പെടുക്കുമ്പോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കളിക്കാനൊന്നും പോകാൻ കഴിയില്ല. വീട്ടിൽ തന്നെ കിടന്ന് ഉറക്കം അങ്ങനെ ഉറങ്ങി. എന്നിട്ട് എപ്പം മുതല് എങ്ങനെയാണ് നോമ്പെടുത്തെന്ന് പറഞ്ഞു തരുമോ? ഞാന് രാവിലെ അമ്മൂമ്മ വിളിച്ചു 4:30 ആകുമ്പോ. എന്നിട്ട് അത്താഴം തിന്ന് പിന്നെ ഉറങ്ങി. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോ എണീക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ടി വി കാണും. അങ്ങനെ 6:30 ബാങ്ക് കൊടുക്കുമ്പോ നോമ്പ് കൊടുക്കും. നോമ്പ് തുറക്കുമ്പോ കടി, പിന്നെ നാരങ്ങ വെള്ളം, വത്തക്ക വെള്ളം, പിന്നെ അങ്ങനെയുള്ള ഓരോന്നും. പൊറാട്ട, ചിക്കൻ കറി അങ്ങനെയുള്ള, പിന്നെ ചോറ്, നെയ്ച്ചോറ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. ഫസ്റ്റ് കാരക്ക തിന്നു. പിന്നെ അമ്മൂമ്മ അപ്പൊ ഉണ്ടാക്കണ സംഭവം തിന്നു. രാവിലത്തെ പുട്ടും അങ്ങനത്തെ കടികള്, വെള്ളപ്പം, ദോശ അങ്ങനത്തെ ഒക്കെ തിന്നു. നോമ്പ് എടുത്ത്. ഫസ്റ്റ് നോമ്പ് 3ാമത്തെ നോമ്പില് എടുത്ത്. പിന്നെ നടുത്ത നോമ്പ് എടുത്ത്. പിന്നെ ഈ 2 ദിവസം മുമ്പ് എടുത്ത്. 28-ന്. 3 നോമ്പിലും ഒരേ ഭക്ഷണം തന്നെ വ്യത്യസ്തമായ ഭക്ഷണം തന്നോ? വ്യത്യസ്തമായ നോമ്പ് തുറക്കാൻ നേരം ഫസ്റ്റത്തെ നോമ്പിന് നമ്മള് പൊറാട്ട അങ്ങനത്തെ പോകുന്നു. 2ാമത്തെ നോമ്പിന് ഒരു നാരങ്ങ വെള്ളം, പിന്നെ കടി. 3ാമത്തെ നോമ്പിന് അതിനും കൂടി പിന്നെ ബിരിയാണി. 3 കൂടി. നോമ്പ് എടുത്ത് നോമ്പ് തുറന്ന് അതിന് ശേഷം എന്ത് സംഭവിച്ചു? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഒരു ഉഷാറുണ്ടായിരുന്നു പിറ്റേ ദിവസം. എന്നിട്ടൊന്നുമില്ല, ഒരു ഉന്മേഷം. കളിക്കാനൊക്കെ നല്ല കളിയുണ്ട്. പിറ്റേ ദിവസം പിന്നെ 28 ആവുമ്പോഴേക്ക് പരീക്ഷ കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ കളിക്കാൻ പോയി. അന്ന് നോമ്പ് എടുത്ത് കഴിഞ്ഞപ്പോ ഒരു ക്ഷീണം പോയി. അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവില്ല, അതങ്ങോട്ട് പോയി കിട്ടി. നോമ്പെടുക്കാൻ ആരാ അമ്മൂമ്മ സഹായിച്ചത്? അമ്മൂമ്മ എന്ത് പറഞ്ഞു? അമ്മൂമ്മനോട് എന്ത് പറഞ്ഞു നോമ്പെടുക്കണം? എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു രാവിലെ പുലർച്ചയ്ക്ക് വിളിക്കണം, എനിക്ക് നോമ്പെടുക്കേണ്ടതാണ്, വേറെ നേരത്തെ നീച്ചി ഓരോന്നുണ്ടാക്കണം പറഞ്ഞു. അത്താഴത്ത് അമ്മ പറഞ്ഞു ഞാൻ വിളിക്കണ്ട്, ഞാൻ നീക്കണം പറഞ്ഞിട്ട് അങ്ങനെ നീച്ചി. അച്ഛനും അമ്മയ്ക്ക് അപ്പൊ നല്ല ഉറക്കത്തിലേക്ക്. അറിയില്ല അത്താഴം വെക്കുന്ന അച്ഛനറിയും. അമ്മൂമ്മക്ക് ഗ്യാസ് കത്തിക്കാൻ അറിയില്ല. അപ്പൊ തീയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അച്ഛനറിയും. അമ്മ അപ്പൊ ഉറങ്ങിയിരിക്കും. അമ്മ ഒരു 6 മണിയാവും എനിക്ക്. അമ്മ പറഞ്ഞ് നോമ്പ് തുറക്കുമ്പോ പറഞ്ഞ് നോമ്പ് എടുത്ത ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ഓരോന്നും വാങ്ങിക്ക്, അങ്ങനെയൊക്കെ അറിയും. പിന്നെ ഇനി അടുത്ത നോമ്പ് എടുക്കാനുള്ള ശേഷി ഉണ്ടോ? അപ്പൊ ഞാൻ പറയും കുഴപ്പമില്ല, ഇനി അടുത്ത നോമ്പ് എടുക്കാന്ന്. അങ്ങനെ അടുപ്പിച്ച് എടുക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ വയ്യ എന്തെങ്കിലും വരും വിചാരിച്ചിട്ട്. നോമ്പെടുത്ത എല്ലാരോടും പറഞ്ഞിരിക്കണേ. സ്കൂളിൽ പറഞ്ഞില്ല. എന്റെ വീട്ടിനടുത്തുള്ള ചെക്കന്മാരെല്ലാരും പറഞ്ഞു. അവരൊക്കെ പറഞ്ഞ് അല്ലൊക്കെ നോമ്പെടുത്തില്ലേ, കുഴപ്പമില്ല, നല്ലതാ നോമ്പെടുക്കണേ, നല്ല പുണ്യം കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞു. സപ്പോർട്ട് ചെയ്യുന്ന അമ്മൂമ്മയാണ്. അമ്മൂമ്മന്റെ പേരെന്താ? ഭാർഗവി. നിങ്ങള് കുറെ വർഷമായി താമസിക്കിട്ട്?
വേറെ വർഷമായി 10 വർഷമായി. ഓക്കെ. ഈ നോമ്പ് എടുക്കാത്ത ആളുകളോട് അല്ലെങ്കിൽ ഇനി നോമ്പ് എടുക്കാൻ എന്റെ ഫ്രണ്ട്സിനോട് നോമ്പ് എടുക്കാൻ വേണ്ടി പറയോ എന്താ പറയാ? ഞാൻ നോമ്പ് എടുക്കാൻ പറയും, എടുക്കാൻ നല്ലതാന്ന് പറയും. നോമ്പ് എടുക്കുമ്പോ ഒരു ക്ഷീണം ഉണ്ടാവും, പിന്നെ ക്ഷീണം ഉണ്ടാവില്ലെന്ന് പറയും. പിന്നെ എനർജി വരും. ഇനി അടുത്ത വർഷം എടുക്കോ? പിന്നെ എന്റെ പേര് സൗര. ഇതാരാ കൂടെ വന്നത്? അതിന്റെ ഫ്രണ്ട് അരുൺ. സ്കൂളത്തെ ഫ്രണ്ടാണല്ലോ വീട്ടിനടുത്തുള്ള? വീട്ടിനടുത്തുള്ള. അരുണ് നോമ്പ് എടുത്തറിഞ്ഞോ? എന്ത് തോന്നിയപ്പോ? എനിക്ക് ഒരു നോമ്പ് എടുക്കാതെ പൂതി വന്നു. അപ്പൊ നോമ്പ് കഴിഞ്ഞു, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എടുക്കണം. സപ്പോർട്ട് ചെയ്യോ? തോന്നും. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ ഉണ്ട്, അനിയനുണ്ട്, അമ്മൂമ്മ ഉണ്ട്, അമ്മച്ച ഉണ്ട്. പിന്നെ അച്ഛൻ മാലിദ്വീപിലാണ്. അല്ല, അപ്പൊ നോമ്പ് കുറച്ച് ചീത്ത അറിയോ? ഇല്ല, അറിയാറില്ല, പറയാറില്ല. സുഹൃത്തുക്കളൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് എടുത്തോ പറയും. ഓക്കെ. നോമ്പ് എടുത്താല് എന്തിനാ എടുക്കുന്നത് മോന് നോമ്പ്? കുറച്ച് എടുക്കുന്നില്ല. എന്താ എയിം എന്താ? മുസ്ലിംസ് എടുക്കണപ്പോ എടുക്കാൻ ഒരു പൂതിയുണ്ട്, അപ്പൊ എടുത്ത.